സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 30 വർഷമായിട്ട് ബുദ്ധൻ്റെ പാതയിൽ നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ പഠിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തം അനുഭവവും അതേപോലെ തന്നെ സ്വന്തം യുക്തിയും വെച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം വിലയിരുത്തണം. സ്വയം വിലയിരുത്തുക മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തണം. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധൻ്റെ പാതയിൽ ഞാൻ ആദ്യമായിട്ട് എത്തിച്ചേർന്നു. അതിനുശേഷം 20 വർഷങ്ങൾ നിരന്തരമായിട്ട് ഞാൻ അഭ്യസിച്ചിട്ടുള്ള ധ്യാനം ഞാൻ തുടർച്ചയായിട്ട് ചെയ്തു. ഞാൻ പഠിച്ചിട്ടുള്ള ധ്യാനം പൂർണ്ണ നിഷ്ഠയോടുകൂടി ഞാൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ 2-3 വർഷത്തിൽ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പ്രോഗ്രസ് ആവാതിരിക്കുന്നത്, എന്താണ് ആ പ്രോഗ്രസ്സിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ടീച്ചർമാരോടും അതേപോലെ തന്നെ കൂട്ടുകാരോടും ഈ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തു. പക്ഷേ ആർക്കും ഒരു ശരിയായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് തരാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ കൂടുതൽ കോഴ്സുകൾ ചെയ്തു. അതിനുശേഷം ഏകദേശം ഒരു 20 വർഷക്കാലം ഞാൻ പഠിച്ച ആ ധ്യാനത്തിൽ തന്നെ ഞാൻ നിന്നു. എനിക്ക് അല്പം പോലും സംശയമുണ്ടായിരുന്നില്ല, ഇത് എന്തെങ്കിലും തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യത്തിൽ കുറിച്ചിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ എൻ്റെ ധ്യാനത്തിൻ്റെ കമ്മിയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അറിവിൻ്റെ കമ്മിയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഗുണങ്ങളുടെ കമ്മിയായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഞാൻ പ്രോഗ്രസ് ആവാതിരുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. 20 വർഷങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ അഭ്യസിച്ചിട്ടും എനിക്ക് വേണ്ട രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാകാത്തതിനാൽ ഞാൻ വിചാരിച്ചു ഇനി തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. ഒട്ടും പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഏതൊരു ആധ്യാത്മിക പാതയിൽ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയായാലും ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം. ബ്രഹ്മകുമാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജഗ്ഗി വാസുദേവൻ്റെ ധ്യാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ധ്യാനങ്ങളായിക്കോട്ടെ, അതിൽ എന്തെങ്കിലും ആൾക്കാർക്ക് ഗുണങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ അതിൽ തന്നെ തുടരുന്നത്. പക്ഷേ ഞാൻ ആ ചെറിയ ഗുണങ്ങളിലല്ല ആകൃഷ്ടനായിരിക്കുന്നത്. എനിക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് നിർവ്വാണം, അല്ലെങ്കിൽ മുക്തി, മോക്ഷം, ആത്മസാക്ഷാത്കാരം തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ 20 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരുവിധ ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രസ് ഇല്ലാത്തതിനാൽ ഞാൻ കാര്യങ്ങളെ പഠിക്കാൻ തീരുമാനിച്ചു. യൂട്യൂബിലൂടെയും പുസ്തകങ്ങളിലൂടെയും കഴിയുന്നത്ര പഠനം ഞാൻ തുടങ്ങി. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അഭ്യസിക്കാനും അതേപോലെ തന്നെ ജീവിതത്തിൽ കൊണ്ടുവരാനും ഞാൻ പ്രയത്നിച്ചു. പുസ്തകങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ കൺഫ്യൂഷൻ വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ഓരോ പുസ്തകത്തിലും ഓരോ തരത്തിലുള്ള രീതിയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ധ്യാനം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. എന്തായാലും ഉള്ള ട്രഡീഷൻ, അതായത് ഈ സമയത്ത് നിലനിൽക്കുന്ന മിക്ക ട്രഡീഷനിലെയും പുസ്തകങ്ങളും അതേപോലെ തന്നെ അവരുടെ വീഡിയോകളും കണ്ട് അവർ എന്താണ് പറയുന്നത് എന്ന് ഗ്രഹിക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിലുള്ളൊരു പ്രോഗ്രസ് നമുക്ക് ലഭിച്ചില്ല. പല ധ്യാന ഗുരുക്കന്മാരോടും അതേപോലെ തന്നെ പല സുഹൃത്തുക്കളോടും ചോദിച്ചു, അവരെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തി. എന്നിട്ടും എനിക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ഫലം ലഭിച്ചില്ല. അവസാനം ഞാൻ തീരുമാനിച്ചു, തീർച്ചയായിട്ടും ഇനി ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധനിൽ നിന്ന് തന്നെ ഗ്രഹിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് ഞാൻ വിചാരിച്ചു. അതിനാൽ ബുദ്ധൻ്റെ ടീച്ചിങ് ആയിട്ടുള്ള മൂലഗ്രന്ഥമായിട്ടുള്ള ത്രിപിടക അത് ഞാൻ പഠിക്കാൻ തുടങ്ങി. വിനയപിടക, സൂത്തപിടക, അഭിധമ്മ പിടക. അത് വളരെ കാലം പഠിച്ചു, പല പ്രാവശ്യം പഠിച്ചു. അതേപോലെ തന്നെ പലതരത്തിലുള്ള ധ്യാനങ്ങൾ ചെയ്തു. സമാധി കൂടുതൽ പുഷ്ടമാക്കി. അതുകൂടാതെ പ്രജ്ഞ പലതരത്തിലും ഡെവലപ്പ് ചെയ്യാൻ നോക്കി. എന്നിട്ടും ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ലഭിച്ചില്ല. അതുകൂടാതെ ത്രിപിടക പഠിക്കുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം മുന്നിൽ വന്നു. ബുദ്ധൻ ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട്. അർഹന്തനാകണമെങ്കിൽ
അഷ്ടാംഗമാർഗം ഫോളോ ചെയ്യുക, 4 സതിപട്ടാനം ചെയ്യുക, 4 സമ്മപ്രധാനം ചെയ്യുക, 7 ഭോജ്യംഗം അഭ്യസിക്കുക, 4 ഇദ്ധിപാദം അഭ്യസിക്കുക, 5 സ്കന്ധങ്ങളിൽ ജോലി ചെയ്യുക, 6 ആയതനങ്ങളിൽ ജോലി ചെയ്യുക, 4 ആര്യസത്യം ഗ്രഹിക്കാൻ ശ്രമിക്കുക, 5 ബലം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക, 5 ഇന്ദ്രിയങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഈ വഴി എല്ലാം തന്നെ ഒരു അർഹന്തനാകാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് മനസ്സിലായി. പിന്നെ ഇതിൽ ഏത് വഴിയാണ് നമ്മൾക്ക് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൂടി വന്നു. മറ്റുള്ള എല്ലാ ധ്യാനങ്ങളും അഭ്യസിച്ചതിന് ശേഷം ഒരു കാര്യം വ്യക്തമായി, ഇതിലൂടെ ഒന്നും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ഒരേ ഒരു വഴി ബുദ്ധൻ എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. അദ്ദേഹം എന്താണ് ഇതിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം എന്തോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. 84,000 സൂത്രങ്ങളിലും ആ എന്തോ ഒരു കാര്യം മറഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താണ് എന്ന് അറിയാനുള്ള ഒരു മോഹം മനസ്സിലുദിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് വിനയപിടക, അതേപോലെ തന്നെ സ്വത്തപിടക, ഇവയെല്ലാം പഠിച്ചതിന് ശേഷം അതിൻ്റെ ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മജ്ജിമനികായ പൂർണ്ണമായിട്ട് പഠിച്ചു, ദീഘനികായ പല പ്രാവശ്യം പഠിച്ചു. അതിനുശേഷം മജ്ജിമനികായ പൂർണ്ണമായിട്ട് ഞാൻ വിവർത്തനം ചെയ്തു. എന്നിട്ട് അതിൻ്റെ നോട്ട്സും ഉണ്ടാക്കി. എന്നിട്ടും സംശയങ്ങൾ തീരാൻ യാതൊരുവിധ വഴിയുമില്ല. ഒരിക്കൽ ഒരു ധ്യാനഗുരു ഇങ്ങനെ പറഞ്ഞിരുന്നു, 2500 വർഷങ്ങൾക്ക് ശേഷം ശരിയായിട്ടുള്ള വഴി നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മളോട് പറഞ്ഞു തരാൻ ഇന്ന് ആരും തന്നെ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ദേവതമാർ ഇപ്പോഴും ഉണ്ട്. അതിൽ ഏറ്റവും താഴെത്തട്ടിൽ ഇരിക്കുന്ന ദേവതയുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മളുടെ 100 വർഷത്തിന് തുല്യമാണ് അവരുടെ ഒരു ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധൻ പരിനിർവാണം ചെയ്തതിന് ശേഷം വെറും 25 ദിവസമേ ആയിട്ടുള്ളൂ ആ ദേവതമാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ് പറയാൻ ആഗ്രഹിച്ചത് എന്നതിൻ്റെ രത്നച്ചുരുക്കം അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതി. അവരെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കിട്ടും എന്ന് ആ ധ്യാനഗുരു എന്നോട് പറഞ്ഞു. അതായത് അവർ നേരിട്ടല്ല നമ്മൾക്ക് ധർമ്മം പകർന്നു തരിക, പക്ഷെ നമ്മുടെ മനസ്സിൽ അതിനുള്ള വഴി അവർ കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ ആ രീതിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അന്തിമ ലക്ഷ്യം നേടാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു പക്ഷേ ശരിയായിരിക്കാമെന്ന് എനിക്കും തോന്നി. എത്ര ആവർത്തി തിപിടക പഠിച്ചിട്ടും അതിൻ്റെ രത്നച്ചുരുക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ വീണ്ടും പല പ്രശ്നങ്ങളും ഉണ്ടായി. എന്നാലും ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. ഒരിക്കൽ ഒരു 40 ദിവസത്തോളം പരിപൂർണ മൗനത്തിലിരുന്നു കൊണ്ട് ബുദ്ധൻ്റെ സംയുക്ത നികായ അത് പഠിക്കാൻ തുടങ്ങി. പഠിക്കാൻ തുടങ്ങുക മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങി. സംയുക്ത നികായ 22 ഖണ്ഡ സംയുക്തത്തിൽ അർഹന്തനാകാനുള്ള ഏറ്റവും ചുരുങ്ങിയ വാക്കിലുള്ള ചില ഉപദേശങ്ങൾ കാണാനിടയായി. അനിത്യത്തോടുള്ള ചന്ദരാഗം ഉപേക്ഷിക്കുക. ചന്ദരാഗം എന്ന് പറയുന്ന സമയത്ത് ആഗ്രഹവും അതേപോലെ തന്നെ ആസക്തിയും. ദുഃഖത്തോടുള്ള ചന്ദരാഗം ഉപേക്ഷിക്കുക. അനാത്മകമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ചന്ദരാഗം ഉപേക്ഷിക്കുക. സുഖകരമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ചന്ദരാഗം ഉപേക്ഷിക്കുക. അപ്പോൾ അനിത്യം, ദുഃഖം, അനത്ത ഇതെല്ലാം കുറേ കാലം അഭ്യസിച്ചതുകൊണ്ട് അതിൽ വേറെ പുതിയൊന്നും തോന്നിയില്ല. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽപ്പെട്ട ഒരു കാര്യം, ഇഷ്ടമുള്ള കാര്യങ്ങളോടുള്ള ചന്ദരാഗം ഉപേക്ഷിക്കുക. അത് 5 സ്കന്ധങ്ങളിലാകാം, അല്ലെങ്കിൽ 6 ആയതനങ്ങളിലാകാം. ആ രീതിയിൽ ഞാൻ അഭ്യസിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ശരിയായിട്ടുള്ള ഒരു പ്രോഗ്രസ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തുതന്നെയായാലും നിർവ്വാണത്തിനെക്കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകാതെ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള മാർഗത്തിൽ അന്തിമ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഒരു കാരണവശാലും ഒരു ധ്യാനവിധിയും ഞാൻ പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ നിർണയം ചെയ്തു. തിബിടയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു ധ്യാനഗുരുവും എന്നോട് ഇന്നേവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു. എന്തായാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി ഞാൻ നിങ്ങളോട് പറയാം. ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി, അല്ലെങ്കിൽ അതിൽ മുഴുകൽ തന്നെയാണ് ബന്ധനത്തിന് കാരണം. ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആസക്തി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ബന്ധനം ഒഴിവാകാൻ തുടങ്ങും.
ഇനി ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ധമ്മചക്ര പ്രവർത്തന സൂത്രം എന്ന് പറയുന്ന സൂത്രമാണ്. സംയുക്ത നികായ 56.11. ഇത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൂത്രം ലഭിക്കുന്നതാണ്. ഈ ധമ്മചക്ര പ്രവർത്തനം സൂത്രം എന്ന് പറയുന്നത് ബുദ്ധൻ ആദ്യമായിട്ട് തൻ്റെ 5 ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയിട്ടുള്ള ഉപദേശമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ വഴി വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരിക്കലും നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളിൽ അമിതമായിട്ട് മുഴുകരുത്. അതുകൂടാതെ ശരീരത്തിന് ഒരുപാട് ദണ്ഡന നൽകുന്ന, കായക്ലേശം നൽകുന്ന ഒരു സാധനയും ചെയ്യരുത്. അതിനിടയ്ക്കുള്ള മധ്യമായിട്ടുള്ള മാർഗമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മാർഗം അഷ്ടാംഗം മാർഗമായിരുന്നു. അഷ്ടാംഗ മാർഗത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം 4 ആര്യസത്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ദുഃഖം, ദുഃഖസമുദയം, ദുഃഖ നിരോധം, ദുഃഖ നിരോധനത്തിനുള്ള മാർഗം. അതാണ് അഷ്ടാംഗ മാർഗം. ആദ്യം അദ്ദേഹം ദുഃഖത്തെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? ജാതി, ജര, വ്യാധി, അതേപോലെ തന്നെ മരണം, അപ്രിയ കാര്യങ്ങളോടുള്ള സംയോഗം, പ്രിയ കാര്യങ്ങളോടുള്ള വിട, എന്തൊന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് ലഭിക്കായ്മ, ഇത് തന്നെയാണ് സംക്ഷിപ്തമായിട്ട് ദുഃഖം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ദുഃഖസമുദയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കാര്യം കേൾക്കുക. യായം തണഹ പോനഭവിക നന്ദീരാഗസഹഗത തത്ര തത്രാഭിനന്ദനി സയ്യദിതം കാമതണഹ ഭവതണഹ വിഭവതണഹ. അദ്ദേഹം പറയുന്നത് ആ തൃഷ്ണ അത് വീണ്ടും വീണ്ടും ജന്മം നൽകുന്നതാണ്. നന്ദീരാഗസഹഗത, അതിൽ ആഗ്രഹവും അതേപോലെ തന്നെ ആസക്തിയും ഉണ്ട്. തത്ര തത്രാഭിനന്ദിനി, അവിടെ അഭിനന്ദനം ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പലവട്ടം കേട്ടിരിക്കാം, പക്ഷേ വീണ്ടും വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. നന്ദീരാഗസഹഗത, ആസ്വാദനവും ആഗ്രഹവും, റിലിഷിങ് ഗ്രീഡ്. ഈ സൂത്രം എത്രയോ തവണ വായിച്ചിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ എനിക്ക് 30 വർഷം വേണ്ടി വന്നു. അതാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ഇതിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നത്. നിങ്ങളും പല പ്രാവശ്യം ഇത് പഠിച്ചിട്ടുണ്ടാകാം, ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങൾ കാണാത്ത ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഇതിൽ നന്ദീരാഗം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നോക്കുക. അതായത് റിലിഷിങ് ആൻഡ് ഗ്രീഡ്, അതായത് ആസ്വാദനവും അതിലുള്ള ആസക്തിയും. ഒരു കാര്യം ഓർക്കുക, ദുഃഖകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തോട് നമ്മൾക്ക് ആസ്വാദനവും ആസക്തിയും തോന്നുമോ? തീർച്ചയായിട്ടുമില്ല. സുഖകരമായിട്ടുള്ള കാര്യങ്ങളോടാണ് നമുക്ക് തീർച്ചയായിട്ടും ആസ്വാദനവും ആസക്തിയും തോന്നുന്നത്. തത്ര തത്രാഭിനന്ദിനി, അതായത് അവിടെ അഭിനന്ദനം ചെയ്യുന്നു എന്ന് പറയുന്നു. എവിടെയാണ് നമ്മൾ അഭിനന്ദനം ചെയ്യുന്നത്? അഭിനന്ദനം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ 5 ഉപാദാന സ്കന്ധങ്ങളിലായിരിക്കും. അതായത് രൂപം, വേദന, സംജ്ഞ, സംസ്കാര, വിജ്ഞാനം. ഇവിടെ ഉള്ള കാര്യങ്ങളെയായിരിക്കും നമ്മൾ അഭിനന്ദനം ചെയ്യുന്നത്. അവിടെ സുഖകരവും ആസ്വാദ്യകരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മൾ അഭിനന്ദനം ചെയ്യുന്നത്. അല്ലെങ്കിൽ 6 ആയതനങ്ങളിലായിരിക്കും നമ്മൾ അഭിനന്ദനം ചെയ്യുന്നത്. 6 ആയതനങ്ങൾ എന്ന് പറയുന്നത് കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ശരീരം, അതേപോലെ തന്നെ മനസ്സ്. ഇവിടെ വരുന്ന സുഖകരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മൾ എപ്പോഴും ആസക്തരാകുന്നത്. അതാണ് ഈ നന്ദീരാഗസഹഗത തത്ര തത്രാഭിനന്ദിനി എന്ന വാക്കിൻ്റെ അർത്ഥം. വീണ്ടും നോക്കുക, ഒരു കാരണവശാലും നമ്മൾ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളോട് ആസക്തിയും അതേപോലെ തന്നെ ആസ്വാദനവും പുലർത്തുന്നതല്ല. നമ്മൾ ഒരിക്കലും അതിനെ അവിടെ അഭിനന്ദിക്കുന്നതല്ല. അതായത് നല്ലതാണെന്ന് ഒരിക്കലും പറയില്ല. നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുഖകരമായിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും നമ്മൾക്ക് ഈ ആസ്വാദനവും അതേപോലെ തന്നെ അതിനോടുള്ള ആസക്തിയും ഉണ്ടാകുന്നത്. നന്ദീരാഗം ഉണ്ടാകുന്നത് എപ്പോഴും സുഖകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദുഃഖത്തിൻ്റെ ഉദയത്തിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഈ തൃഷ്ണയാണ്. ഈ തൃഷ്ണയുടെ സ്വഭാവം എന്താണ്? സുഖകരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിന് നന്ദീരാഗം അല്ലെങ്കിൽ ആസക്തിയും അതേപോലെ തന്നെ ആസ്വാദനവും ഉണ്ടാകുന്നു. ഇനി ദുഃഖനിരോധനത്തിലുള്ള മാർഗം എന്താണ്? യോ തസ്സായേവ തണഹായ അശേഷ വിരാഗ നിരോധോ ഛാഗോ പടിനിസ്സഗ്ഗോ മുക്തി അനാലയോ. ആ തൃഷ്ണയെ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക, ഒട്ടും തന്നെ ബാക്കി വരാതെ ഉപേക്ഷിക്കുക, അതിനെ ത്യജിക്കുക, അതിനെ ഉപേക്ഷിക്കുക,
അതിൽ നിന്ന് മുക്തി നേടുക, അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക. നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് മുക്തിയാണ്. മുക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൃഷ്ണ ഉപേക്ഷിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾക്ക് മുക്തി ലഭിക്കുക. ഇവിടെ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൂത്രങ്ങൾ മാത്രം നമ്മൾ പഠിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലെ അർത്ഥം നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. കാരണം പലയിടത്തുനിന്നായിട്ട് ഈ സൂത്രങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥങ്ങൾ നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ സീക്രട്ടായിട്ടുള്ള ഒരു കോഡിംഗ് പോലെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലായിടത്തു നിന്നും കണക്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അർത്ഥം നമ്മൾക്ക് ഗ്രഹിക്കാൻ. നിർവ്വാണത്തിൻ്റെ പരിഭാഷ എന്താണ്? അതിനെപ്പറ്റി ത്രിപിടികയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: രാഗക്ഷയ, ദോഷക്ഷയ, മോഹക്ഷയ. അതായത് രാഗവും ദ്വേഷവും മോഹവും ക്ഷയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെയാണ് നിബ്ബാണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൃഷ്ണ എന്ന് പറയുന്നത് നന്ദീരാഗസഹഗത ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എവിടെയാണ് ഈ തൃഷ്ണ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ നേരെ പോകേണ്ടത് സതിപട്ടാന സൂത്രത്തിലേക്കാണ്. സതിപട്ടാന സൂത്രം 2 ഉണ്ട്. ഒന്ന് മജ്ജിമനികായത്തിലെ 10, രണ്ടാമത്തത് ദീഘനികായത്തിലെ 22. സാധാരണ സതിപട്ടാനം എന്ന് പറയുന്നത് മജ്ജിമനികായ 10 എന്നാൽ മഹാസതിപട്ടാനം എന്ന് പറയുന്നത് ദീഘനികായ 22. നമ്മൾക്ക് പോകേണ്ടത് ദീഘനികായ 22ലേക്കാണ്. കാരണം അവിടെയാണ് ധർമ്മത്തെപ്പറ്റി വളരെ കൂടുതൽ വിസ്താരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് നേരെ ദീഘനികായ 22ലേക്ക് പോവാം. മഹാസതിപട്ടാന സൂത്രത്തിൽ നമ്മൾക്ക് നോക്കേണ്ടത് ധമ്മാനുപസന ആണ്. ധമ്മാനുപസനയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നീവരണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 5 സ്കന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 6 ആയതനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ കണ്ണ്, രൂപം, അതുമൂലമുണ്ടായിട്ടുള്ള സംയോജനം, അതിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ വ്യയം, ഇങ്ങനെയാണ് അദ്ദേഹം അറിയാൻ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം 7 ഭോജ്യംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനടുത്തതായിട്ടുള്ളതാണ് ധമ്മാനുപസന സച്ചപബം, അതായത് 4 ആര്യസത്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മൾക്ക് വീണ്ടും വരാവുന്നതാണ്. അതായത് 4 ആര്യസത്യങ്ങളെക്കുറിച്ച് അറിയണം. ദുഃഖം, ദുഃഖസമുദയം, ദുഃഖനിരോധം, ദുഃഖനിരോധഗാമിനി പടിപത. ഇതാണ് 4 ആര്യസത്യങ്ങൾ. അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾക്ക് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജന്മം, മരണം, വാർദ്ധക്യം, ഇഷ്ടമുള്ളത് ലഭിക്കായ്മ, ഇതൊക്കെയാണ് ദുഃഖം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ സമുദയം അല്ലെങ്കിൽ ദുഃഖം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. അവിടെയും പറഞ്ഞിരിക്കുന്നത് ദുഃഖസമുദയത്തിന് കാരണം യായം തണഹ പൂർണഭവിക നന്ദീരാഗസഹഗത തത്ര തത്രാഭിനന്ദനി സയ്യദിതം കാമതണഹ ഭവതണഹ വിപതണഹ. അതായത് ഈ ദുഃഖത്തിൻ്റെ സമുദയത്തിന് കാരണം ഈ തൃഷ്ണ തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ജന്മം തരുന്നതാണ് നന്ദീരാഗസഹഗത. അതിൽ ആസക്തിയും അതേപോലെ തന്നെ ആസ്വാദനവുമുണ്ട്. അതുകൂടാതെ അവിടെ അഭിനന്ദിക്കുന്നുണ്ട്. അതായത് കാമതണഹ, അതായത് നമ്മുടെ 6 ഇന്ദ്രിയങ്ങളിലും ഉണരുന്ന കാമത്തിൻ്റെ തണഹ. അതുകൂടാതെ ഭവതണഹ, അതായത് ഏതെങ്കിലും ഭവം വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മം വേണം എന്നുള്ള തൃഷ്ണ, അല്ലെങ്കിൽ വിഭവതണഹ, അതായത് യാതൊരുവിധ ജന്മവും വേണ്ട എന്നുള്ള ഒരു തൃഷ്ണ. ഇനി അടുത്ത കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെയാണ് ഈ തൃഷ്ണ ഉത്ഭവമാകുന്നത്? എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരാൻ പോകുന്നത്. യം ലോകേ പിയരൂപം സാതരൂപം എത്തേസ തണഹ ഉപജ്യമാന ഉപജ്ജതി യഥ നിവസമാന നിവസതി. അതായത് ഈ ലോകത്തിൽ എന്തൊക്കെ പ്രിയപ്പെട്ടതായിട്ടുണ്ടോ, എന്തൊക്കെ ആസ്വാദ്യകരമായിട്ടുണ്ടോ അവിടെയാണ് ഈ തൃഷ്ണ ഉണരുന്നത്, അവിടെയാണ് ഈ തൃഷ്ണ നിലനിൽക്കുന്നത്. ഇനി ലോകത്തിൽ എന്താണ് സുഖകരമായിട്ടുള്ള കാര്യം, എന്താണ് ആസ്വാദ്യകരമായിട്ടുള്ള കാര്യം? ചക്കുലോകേ പിയരൂപം സാതരൂപം എത്തേസ തനഹ ഉപജ്യമാന ഉപജ്ജതി എത്തേ നിവസമാന നിവസതി. അതായത് കണ്ണിൻ്റെ ലോകത്ത് എന്തെല്ലാം സുഖകരമായിട്ടും ആസ്വാദ്യകരമായിട്ടും ഉണ്ടോ അവിടെയാണ് തൃഷ്ണ ഉണരുന്നത്, അവിടെയാണ് തൃഷ്ണ സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് തൃഷ്ണ എല്ലാ സമയത്തും തുടങ്ങുന്നത് രാഗത്തിൽ നിന്നാണ്, അതായത് സുഖകരമായിട്ടുള്ള കാര്യത്തിൽ നിന്നാണ്. ഈ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്, കാതിൽ, മൂക്കിൽ, നാവിൽ, ശരീരത്തിൽ, മനസ്സിൽ എന്തെല്ലാം സുഖകരവും ആസ്വാദ്യകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അവിടെയാണ് ഈ തൃഷ്ണ ഉടലെടുക്കുന്നത്, അവിടെയാണ് ഈ തൃഷ്ണ നിലനിൽക്കുന്നത്.
ഈ 6 ഉള്ളിലുള്ള ആയതനമാണ്. ഇനി അതേപോലെ തന്നെ വെളിയിലുള്ള 6 ആയതനം, അതായത് കാഴ്ച, ശബ്ദം, ഗന്ധം, രുചി, സ്പർശം, മനസ്സിലെ ധർമ്മങ്ങൾ, ഇവിടെ എന്തെല്ലാം ആസ്വാദികരമായിട്ടുണ്ടോ, സുഖകരമായിട്ടുണ്ടോ, അവിടെയാണ് തൃഷ്ണ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ 6 ആയതനങ്ങളിലുള്ള വിജ്ഞാനം, അവിടെ സുഖകരമായിട്ടുള്ള കാര്യങ്ങളിലാണ് തൃഷ്ണ ഉടലെടുക്കുന്നത്. ഈ 6 ആയതനങ്ങൾ തമ്മിലുള്ള സ്പർശം, ഇനി ഈ 6 ആയതനങ്ങളിലുണ്ടാകുന്ന വേദന, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചക്കുസംഫസ്സജ വേദനാലോകേ പിയരൂപം സാധരൂപം എത്തേസ തണഹ ഉപജ്യമാന ഉപജ്ജതി എത്ത നിവിസമാന നിവിസതി. അതായത് കണ്ണ് രൂപവുമായിട്ട് സ്പർശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന, അത് സുഖകരവും ആസ്വാദ്യകരവും ആകുന്ന സമയത്ത് അവിടെയാണ് തൃഷ്ണ ഉണ്ടാകുന്നത്, അവിടെയാണ് തൃഷ്ണ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളിലുണ്ടാകുന്ന വേദന, അതേപോലെ തന്നെ വീണ്ടും 6 ആയതനങ്ങളിലുണ്ടാകുന്ന സംഖ്യ, അവിടെയും ഈ സുഖകരവും ആസ്വാദ്യകരവുമായിട്ടുള്ള കാര്യങ്ങളിലാണ് തൃഷ്ണ ഉണരുന്നത്. വീണ്ടും 6 ആയതനങ്ങളിലുണ്ടാകുന്ന മനോസഞ്ചേതന, അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശം, ഇൻറ്റൻഷൻ, അവിടെയും സുഖകരവും ആസ്വാദ്യകരമായിട്ടുള്ള കാര്യങ്ങളിലാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. അതുകൂടാതെ 6 ആയതനങ്ങളിൽ എന്തെല്ലാം തൃഷ്ണയുണ്ടോ അതിൽ സുഖകരവും ആസ്വാദ്യകരവുമായിട്ടുള്ള അവിടെയാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. രൂപതനഹ ലോകേ പിയരൂപം സാധരൂപം എത്തേസ തനഹ ഉപജ്യമാന ഉപജ്ജതി എത്ത നിവിസമാന നിവിസതി. അടുത്തതായിട്ട് 6 ആയതനങ്ങളിലുണ്ടാകുന്ന തൃഷ്ണ, അവിടെയും സുഖകരവും ആസ്വാദ്യകരവുമായിട്ടുള്ള എന്തുണ്ടോ അവിടെയാണ് തൃഷ്ണ ഉടലെടുക്കുന്നത്, അവിടെയാണ് തൃഷ്ണ സ്ഥിതി ചെയ്യുന്നത്. 6 ആയതനങ്ങളിലുള്ള വിതർക്കം, രൂപവിതർക്കം, ശബ്ദവിതർക്കം, അവിടെയും സുഖകരവുമായിട്ടുള്ള കാര്യങ്ങളിൽ തൃഷ്ണ ഉടലെടുക്കുന്നു. പിന്നെ അടുത്തത് വിചാരം, 6 ആയതനങ്ങളുള്ള വിചാരം, അവിടെയും സുഖകരവും ആസ്വാദ്യകരവുമായിട്ടുള്ള കാര്യങ്ങളിലാണ് തൃഷ്ണ ഉടലെടുക്കുന്നത്. ഇനി ആ തൃഷ്ണയെ എങ്ങനെയാണ് നിരോധിക്കേണ്ടത്? നിരോധസച്ചം യം ലോകേ പിയരൂപം സാധരൂപം എത്തേസ തണഹ പഹീയമാന പഹീയതി എത്ത നിരുജ്യമാന നിരുജ്യതി. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രിയകരവും ആസ്വാദ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ അവിടെയാണ് ആ തൃഷ്ണയെ ഉപേക്ഷിക്കേണ്ടത്, അവിടെയാണ് ആ തൃഷ്ണയെ കളയേണ്ടത്. അപ്പോൾ വീണ്ടും എവിടെയാണ് തൃഷ്ണയെ കളയേണ്ടത് എന്ന് വീണ്ടും പറയുന്നുണ്ട്, വീണ്ടും വിസ്തരിച്ച് പറയുന്നുണ്ട്. എവിടെയെല്ലാമാണ് നമ്മൾ തൃഷ്ണയ്ക്കായിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ടത്, തൃഷ്ണയെ കളയാൻ വേണ്ടി ജോലി ചെയ്യുന്നത്. വീണ്ടും പറയുന്നത് 6 ഉള്ളിലുള്ള ആയതനങ്ങൾ, അവിടെയാണ് ആ തൃഷ്ണയെ കളയേണ്ടത്, അവിടെയാണ് സുഖകരവും ആസ്വാദികരവുമായിട്ടുള്ള ആ തൃഷ്ണയെ കളയേണ്ടത്. അതായത് നമ്മൾ ജോലി ചെയ്യേണ്ടത് എവിടെയാണ്? കണ്ണിൽ, അതേപോലെ തന്നെ ചെവിയിൽ, മൂക്കിൽ, നാവിൽ, ശരീരത്തിൽ, മനസ്സിൽ, ഇവിടെ എന്തെല്ലാം സുഖകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അവിടെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. അതായത് 6 ഇന്ദ്രിയങ്ങളിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വീണ്ടും പുറത്തുള്ള 6 ആയതനങ്ങൾ, അതായത് രൂപത്തിൻ്റെ, ശബ്ദത്തിൻ്റെ, ഗന്ധത്തിൻ്റെ, രസത്തിൻ്റെ, സ്പർശത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, അവിടെ എന്തെല്ലാം സുഖകരമായിട്ടും ആസ്വാദ്യകരമായിട്ടുള്ള കാര്യങ്ങളാണോ അവിടെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്, അവിടെയാണ് നമ്മൾ ആ സുഖത്തെ, ആസ്വാദനത്തെ ഉപേക്ഷിക്കേണ്ടത്. അതേപോലെ തന്നെ 6 വിജ്ഞാനം, അതേപോലെ തന്നെ 6 സ്പർശം, അതേപോലെ തന്നെ 6 വേദനകൾ, അതുകൂടാതെ 6 സംജ്ഞകൾ, അതുകൂടാതെ 6 മനസ്സിൻ്റെ ഇൻറ്റൻഷൻ, 6 തൃഷ്ണകൾ, 6 വിതർക്കങ്ങൾ, 6 വിചാരങ്ങൾ, ഇവിടെയെല്ലാം എന്തെല്ലാം സുഖകരവും ആസ്വാദികരവുമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇവിടെയാണ് നമ്മൾ തൃഷ്ണയെ നിരോധിക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ തൃഷ്ണയെ നിരോധിക്കാൻ ജോലി ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് സംയുക്തനികായ 35.64 ദ്വിതീയ മികജാല സൂത്ത, ഇതിലേക്ക് നമ്മൾക്ക് പോകാം. ഇവിടെ ആയുഷ്മാൻ മികജാലൻ എന്ന് പറയുന്ന ഭിക്ഷു ഭഗവാന്റെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് ധർമ്മം വളരെ സംക്ഷിപ്തമായിട്ട് ഉപദേശിച്ചു തന്നു കഴിഞ്ഞാലും അത് കേട്ടതിന് ശേഷം ഞാൻ ധ്യാനം ചെയ്ത് നിബ്ബാണം നേടാം. അപ്പോൾ ധർമ്മം സംക്ഷിപ്തമായിട്ട് ഭഗവാൻ ഇങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കുക. സന്ധിഖോ മികജാല ചക്കുവിജ്ഞേയ രൂപ ഇട്ട കന്ദ മനാപ പിയരൂപ കാമോപ സംഹിത രചനീയ. മികജാല, കണ്ണുകൊണ്ട് കാണുന്ന രൂപം,
അത് ഇഷ്ടമുള്ളതായിരിക്കാം, ആഗ്രഹമുള്ളതായിരിക്കാം, അനുകൂലമായിരിക്കാം, സുഖകരമായിരിക്കാം, ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്നതായിരിക്കാം, കാമത്തെ ഉണർത്തുന്നതായിരിക്കാം. തഞ്ചേ ഭിക്കു അഭിനന്ദതി അഭിവാദതി അജ്ജോസായ തിഷ്ഠതി. ഒരു ഭിക്ഷു അതിനെ സ്വാഗതം ചെയ്യുകയാണ്, അതിനെ അഭിനന്ദിക്കുകയാണ്, അതിനോട് ഒട്ടുപിടിക്കുകയാണ് എങ്കിൽ തസ്സ തം അഭിനന്ദതോ അഭിവാദതോ അജ്ജോസായ തിഷ്ഠതോ ഉപ്പജ്ജതി നന്ദി. ആ ഭിക്ഷുവിൻ്റെ ആ അഭിനന്ദനം കൊണ്ട്, അതിൻ്റെ സ്വാഗതം ചെയ്യുന്നത് കൊണ്ട്, അതിനോട് ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് അവിടെ നന്ദി അല്ലെങ്കിൽ അതിനോടുള്ള ആസ്വാദനമുണ്ടാകുന്നു. നന്ദി സമുദയ ദുഃഖ സമുദയോ മികജാല വദാമി. അതായത് ആസ്വാദനമുണ്ടായി കഴിഞ്ഞാൽ ദുഃഖമുണ്ടായി, അതാണ് മികജാല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കി 5 ആയതനങ്ങളിലും പറയുന്നത്. കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദം, മൂക്കുകൊണ്ട് മണക്കുന്ന ഗന്ധം, നാവുകൊണ്ട് രുചിക്കുന്ന രുചി, ശരീരം കൊണ്ടുള്ള സ്പർശം, അതേപോലെ മനസ്സിലുണ്ടാകുന്ന ധർമ്മങ്ങൾ, ഇവ ഇഷ്ടമാണ്, ആഗ്രഹിക്കുന്നതാണ്, അനുകൂലമാണ്, സുഖകരമാണ്, ഇന്ദ്രിയങ്ങൾക്ക് പ്രിയങ്കരമാണ്, കാമത്തെ ഉണർത്തുന്നതാണ് എങ്കിൽ ഒരു ഭിക്ഷു അതിനെ അഭിനന്ദിക്കുകയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്, അതിനോട് ഒട്ടുപിടിക്കുകയാണെങ്കിൽ ആ ഭിക്ഷുവിൽ നന്ദി അല്ലെങ്കിൽ റിലിഷിങ് അല്ലെങ്കിൽ ആസ്വാദനം ഉണരുന്നു. നന്ദി സമുദയ ദുഃഖ സമുദയ. ആസ്വാദിക്കുകയാണെങ്കിൽ, ആസ്വാദനം ചെയ്യുകയാണെങ്കിൽ ദുഃഖമുണർന്നു. ഇനി വീണ്ടും ഭഗവാൻ പറയുകയാണ്, കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ അത് ഇഷ്ടമുള്ളതാണ്, ആഗ്രഹിക്കുന്നതാണ്, അനുകൂലമാണ്, സുഖകരമാണ്, ഇന്ദ്രിയങ്ങൾക്ക് പ്രിയങ്കരമാണ്, കാമത്തെ ഉണർത്തുന്നതാണ്. എന്നാൽ ഒരു ഭിക്ഷു അതിനെ അഭിനന്ദിക്കുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല, അതിനോട് ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ ആ ഭിക്ഷുവിൻ്റെ നന്ദി അല്ലെങ്കിൽ ആസ്വാദനം നിലയ്ക്കുന്നു. ആസ്വാദനം നിലയ്ക്കുന്ന സമയത്ത് ദുഃഖവും നിലയ്ക്കുന്നു. നന്ദി നിരോധ ദുഃഖ നിരോധ. അതുപോലെ തന്നെ ബാക്കി 5 ആയതനങ്ങളിലും, അതായത് ശബ്ദത്തിൽ, ഗന്ധത്തിൽ, രുചിയിൽ, സ്പർശത്തിൽ, മനസ്സിലുണ്ടാകുന്ന ധർമ്മങ്ങളിൽ എത്ര തന്നെ ആകർഷകമായിട്ടുള്ള വിഷയങ്ങളായാലും അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നില്ല, അതിനെ ആസ്വദിക്കുന്നില്ല എങ്കിൽ അപ്പോൾ നമ്മളുടെ ആസ്വാദനം നിലയ്ക്കുന്നു. ആസ്വാദനം നിലച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദുഃഖത്തിൽ നിന്ന് വിമുക്തി ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്ന ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായി. ഈ 6 ആയതനങ്ങളിൽ ഉണ്ടാകുന്ന സുഖത്തോടുള്ള ആസക്തിയാണ് തൃഷ്ണയ്ക്ക് കാരണം. ഭഗവാൻ പറയുന്ന 84,000 സൂത്രത്തിൻ്റെയും രത്നചുരുക്കം ഇതാണ് എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ 6 ആയതനങ്ങളിൽ നമ്മൾക്ക് ജോലി ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് 5 സ്കന്ധങ്ങളിൽ, അതായത് രൂപസ്കന്ധം, വിജ്ഞാനസ്കന്ധം, വേദന, സംജ്ഞ, സംസ്കാര, ഇവയിൽ നമ്മൾക്ക് ജോലി ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ 6 ആയതങ്ങൾ അല്ലെങ്കിൽ 6 ഇന്ദ്രിയങ്ങളിലുണ്ടാകുന്ന സുഖകരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ തൃഷ്ണ ഉണർത്താതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും മുക്തിയിലേക്ക് പോകാൻ സാധിക്കും, അർഹന്തനായിട്ട് തീരാൻ സാധിക്കും. ഇതാണ് ഈ എല്ലാ സൂത്രങ്ങളുടെയും രത്നചുരുക്കം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ആ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരാം. ഇനി സംയുക്ത നികായ 22 ഖന്ദ സംയുക്തത്തിൽ 22.63 ഇത് മുതൽ 22.70 വരെയുള്ള സൂത്രങ്ങൾ നമ്മൾക്ക് നോക്കാം. അതായത് ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് ചെന്നതിന് ശേഷം ധർമ്മം വളരെ ചുരുക്കി ഉപദേശിക്കാൻ പറയുകയാണ്. അതായത് അർഹന്തനാകാൻ വേണ്ടിയിട്ടുള്ള ധർമ്മം വളരെ ചുരുക്കി ഉപദേശിക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 22.63 പറയുന്നത് ഉപാദീയമാനോ ഖോ ഭിക്കു ബദ്ധോ മാരസ്. അതായത് ഉപാദാനം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാരനാൽ ബന്ധിക്കപ്പെട്ടു. അനുപാദീയമാനോ മുക്തോ മാരസ്. നിങ്ങൾ ഉപാധി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കലില്ലെങ്കിൽ നിങ്ങൾ മാരനിൽ നിന്ന് മുക്തനായി. എവിടെയാണ് നമ്മൾ ഒട്ടിപ്പിടിക്കുന്നത്? നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പഞ്ച ഉപാദാന ഖന്ദ ദുഃഖ. അതായത് ഈ 5 ഉപാദാന സ്കന്ധങ്ങളിൽ അവിടെയാണ് നമ്മൾ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ അവിടെ ഒട്ടിപ്പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അർഹന്തൻ വരെ ആകാൻ സാധിക്കും. 6 ആയതനങ്ങളിൽ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും അവിടെയും നമ്മൾ ഒട്ടിപ്പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അർഹന്തനായിട്ട് തീരാൻ സാധിക്കും. 22.65 ഇങ്ങനെ പറയുന്നു,
അഭിനന്ദമാനോ ഭിക്കു ബദ്ധോ മാരസ്, അതായത് നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. 6 ഇന്ദ്രിയങ്ങളിൽ അല്ലെങ്കിൽ 5 ആയുധങ്ങളിൽ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാരൻ്റെ പിടിയിൽപ്പെട്ടു അല്ലെങ്കിൽ ബന്ധനത്തിൻ്റെ പിടിയിൽപ്പെട്ടു. അനഭിനന്ദമാനോ ഭിക്കു മുക്തോ മാരസ്, നിങ്ങൾ അഭിനന്ദിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാരിൽ നിന്ന് മുക്തനായി. ഇനി അടുത്തതായിട്ട് പറയുന്നത് 22.66 എം ഖോ ഭിക്കു അനിച്ചം തത്ര തേ ചന്തോ പഹാദബോധി, അനിത്യത്തിലുള്ള താങ്കളുടെ ആഗ്രഹം അതിനെ ഉപേക്ഷിക്കുക. 22.65 പറയുന്നത് എം ഖോ ഭിക്കു ഭിക്കവേ ദുഃഖം തത്ര തേ ചന്തോ പഹാദബ്ബു, ദുഃഖത്തിൽ ഉള്ള ആഗ്രഹം നിങ്ങൾ ഉപേക്ഷിക്കുക. അടുത്തത് 22.66 ഇങ്ങനെ പറയുന്നു, ഏതൊന്ന് അനത്തമാണോ അതിനുള്ള നിങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് 22.70 എം ഖോ ഭിക്കു രജനീയ സന്ദിട്ടം തത്ര തേ ചന്തോ പഹാദബ്ബോ, ഏതൊന്ന് നിങ്ങൾക്ക് സുഖകരമായിട്ട് തോന്നുന്നുണ്ടോ അതിനോടുള്ള ആഗ്രഹം നിങ്ങൾ ഉപേക്ഷിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഉപദേശം ഇതാണ്. 22.70 സംയുക്ത നികായ 22.70 അതിലിങ്ങനെ പറയുന്നത്, ഭിക്ഷു നിങ്ങൾക്ക് എന്തൊന്ന് സുഖകരമായിട്ട് തോന്നുന്നുണ്ടോ അതിനോടുള്ള ആഗ്രഹം നിങ്ങൾ ഉപേക്ഷിക്കുക. നമ്മൾക്ക് എന്താണ് സുഖകരമായിട്ട് തോന്നുന്നത്? നമ്മൾക്ക് 6 ഇന്ദ്രിയങ്ങളുള്ള കാര്യമാണ് സുഖകരമായിട്ട് തോന്നുന്നത്. അതായത് കണ്ണുകൊണ്ട് രൂപം കാണുന്ന സമയത്ത്, മൂക്കുകൊണ്ട് ഗന്ധം ശ്വസിക്കുന്ന സമയത്ത്, നാവ് കൊണ്ട് രസം സ്പർശിക്കുന്ന സമയത്ത്, കാതുകൊണ്ട് കേൾക്കുന്ന സമയത്ത്, ശരീരം കൊണ്ട് സ്പർശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ഏതൊരു കാര്യം നമ്മൾക്ക് സുഖകരമായിട്ട് തോന്നുന്നോ അതിനോടുള്ള സുഖം നമ്മൾ ഉപേക്ഷിക്കുക. അപ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും തൃഷ്ണയിൽ നിന്ന് മുക്തി ലഭിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് നോക്കാവുന്നത്, നമ്മൾക്ക് 3 വികാരങ്ങളുണ്ട്: രാഗ, ദ്വേഷ, മോഹം. അതായത് ഇഷ്ടം, അനിഷ്ടം, മോഹം. ഇതാണ് നമ്മുടെ ബന്ധനത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് ഏതിലാണ് ജോലി ചെയ്യേണ്ടത്? രാഗത്തിലും ദ്വേഷത്തിലും മോഹത്തിലും ഒന്നൊന്നായിട്ട് ജോലി ചെയ്യണോ, അല്ലെങ്കിൽ 3ലും കൂടി ഒരുമിച്ച് ജോലി ചെയ്യണോ? നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ജോലി ചെയ്താൽ മതി. അതറിയാൻ വേണ്ടി നമ്മൾ ഖുദ്ദക നികായിൽ ഇതിവുത്തക എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ 1ാമത്തെ ലോഭസൂത്രം എന്ന് പറയുന്നൊരു സൂത്രമുണ്ട്. അതിൽ ഭഗവാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഏകധമ്മം ഭിക്ഷവേ പജഹത, ഭിക്ഷുക്കളെ ഒരു ധർമ്മത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക. അഹം വോ പാടിഭാഗോ അനാഗാമിതായ, ഞാൻ നിങ്ങൾക്ക് അനാഗാമിയുടെ അവസ്ഥ. കഥകം ഏകധമ്മം, ആ ഏകധർമ്മം ഏതാണ്? ലോഭം ഭിക്കവേ ഏകധമ്മം പജഹത, ഭിക്ഷുക്കളെ ലോഭം അല്ലെങ്കിൽ രാഗം എന്ന് പറയുന്നതാണ് ആ ഏകധർമ്മം. അത് നിങ്ങൾ ഉപേക്ഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അനാഗാമി എന്ന് പറയുന്ന അവസ്ഥ ഞാൻ ഉറപ്പു തരുന്നു. അതായത് മുക്തിയുടെ 3ാമത്തെ അവസ്ഥയാണ് അനാഗാമി. അതായത് നമ്മൾ രാഗം മാത്രം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അനാഗാമി വരെ എത്തിച്ചേരാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് വീണ്ടും ഇതേപോലെ തന്നെയാണ് ഖുദ്ദക നികായിൽ ഇത് വിത്തുകയിൽ 2ാമത്തെ ദോഷസൂത്രം പറയുന്നത്, ഭിക്ഷുക്കളെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഉപേക്ഷിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനാഗാമി എന്ന് പറയുന്ന അവസ്ഥ ഉറപ്പുവരുന്നു. അത് ഏതാണ്? ദ്വേഷം. ദ്വേഷം മാത്രം നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾക്ക് അനാഗാമി എന്ന് പറയുന്ന അവസ്ഥ ഞാൻ ഉറപ്പുവരുന്നു. ഇനി വീണ്ടും 3ാമത്തേത് പറയുന്നത്, നിങ്ങൾ മോഹം മാത്രം ഉപേക്ഷിക്കുക, നിങ്ങൾക്ക് അനാഗാമി എന്ന് പറയുന്ന അവസ്ഥ ഉറപ്പു തരുന്നു. അപ്പോൾ നമ്മൾ ഈ 3 വർക്ക് ചെയ്യേണ്ട യാതൊരുവിധ കാര്യവുമില്ല. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എപ്പോഴും പ്രിയത്തിലാണ് അല്ലെങ്കിൽ രാഗത്തിലാണ് എന്ന് ഇത്രയും സമയം കൊണ്ട് നമ്മൾക്ക് ബോധ്യമായി. ദ്വേഷം എന്ന് പറയുന്നത് എന്താണ്? രാഗം, ഇഷ്ടം സാധിക്കാതെ വരുന്ന സമയത്താണ് നമ്മൾക്ക് ദ്വേഷമുണ്ടാകുന്നത്. അപ്പോൾ തൃഷ്ണ തുടങ്ങുന്നത് എപ്പോഴും രാഗത്തിൽ നിന്നാണ്. അപ്പോൾ രാഗം സാധിക്കാതെ വരുന്ന സമയത്താണ് ദ്വേഷമുണ്ടാകുന്നത്. മോഹമുണ്ടെങ്കിൽ മാത്രമാണ് ഈ രാഗവും ദ്വേഷവും ഉണ്ടാകുന്നത്. ഇത് നമ്മൾക്ക് ഹിന്ദുക്കളുടെ ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീതയിലും ഇങ്ങനെ കാണാവുന്നതാണ്. വിഷയാൻ ധ്യായതോ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമ കാമാത് ദ്വേഷാപജായതേ ദ്വേഷാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതിഭ്രംശ സ്മൃതിഭ്രംശോത് ബുദ്ധിനാശോ ബുദ്ധിനാശോത് പ്രണശ്യതി. അതായത് നമ്മൾ വിഷയങ്ങളെ ധ്യാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയാണ്
കാമമുണ്ടാകുന്നത്, അതായത് ആദ്യമായിട്ടുണ്ടാകുന്നത് രാഗമാണ്. കാമ സംജായതേ ക്രോധോ, ആ കാമം നമ്മൾക്ക് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ക്രോധം ഉണ്ടാകും. ക്രോധമുണ്ടായിക്കഴിഞ്ഞാൽ മോഹമുണ്ടാകും. സമ്മോഹമുണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിനാശം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രണശ്യതി, ആ വ്യക്തി നശിക്കുന്നു. അതായത് ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ തൃഷ്ണ എപ്പോഴും തുടങ്ങുന്നത് സുഖത്തിൽ നിന്നാണ്. 6 ഇന്ദ്രിയങ്ങളുടെ സുഖത്തിൽ നിന്നാണ് തൃഷ്ണ അല്ലെങ്കിൽ രാഗം തുടരുന്നത്. ആ രാഗത്തിൽ നിന്നാണ് ദ്വേഷം ഉണ്ടാകുന്നത്. രാഗത്തിൻ്റെ പര്യായവചനം തന്നെയാണ് തൃഷ്ണ. അപ്പോൾ സുഖത്തിനോടുള്ള ആസക്തി നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അർഹന്തൻ വരെ എത്താൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ഇന്ദ്രിയ സുഖങ്ങളുടെ ഡേഞ്ചറിനെ പറ്റിയിട്ടുള്ള ഒരു സൂത്രമുണ്ട്. സംയുക്ത നികായ 35.235 ആദിത്യ പര്യായ സൂത്ത്. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ കണ്ണ് എന്നുള്ള ഇന്ദ്രിയത്തെ ചുട്ടുപഴുത്തിട്ടുള്ള കത്തിജ്വലിക്കുന്ന ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തിപ്പൊട്ടിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയിൽ അതിൻ്റെ വിശദാംശങ്ങളിൽ നിങ്ങൾ ബന്ധിക്കപ്പെടുകയാണെങ്കിൽ, അതിൻ്റെ ആസ്വാദനത്തിൽ നിങ്ങളുടെ വിജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ, ആ സമയത്ത് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഗതിയാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ നരകലോകം, അല്ലെങ്കിൽ പശുപക്ഷികളുടെ ലോകം. അതായത് നമ്മുടെ കണ്ണുകൊണ്ട്, മൂക്കുകൊണ്ട്, നാവ് കൊണ്ട്, ചെവി കൊണ്ട്, ശരീരം കൊണ്ട് നമ്മൾ അതിൻ്റെ വിഷയങ്ങളെ സ്പർശിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ആസക്തരായിട്ട് അതിൽ ആസ്വാദനം ചെയ്യുകയാണെങ്കിൽ, ആ സമയത്ത് നമ്മൾക്ക് മരണമുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ഗതിയിലായിരിക്കും നമ്മൾ പോവുക. ഒന്നില്ലെങ്കിൽ നരകലോകം, അല്ലെങ്കിൽ പശുപക്ഷികളുടെ ലോകം. അതായത് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ആ സമയത്ത് രാഗമാണ് ഉണ്ടാകുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് സ്പർശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന രാഗം. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ കണ്ണിനെ, കാഴ്ചയെ, കണ്ണിൻ്റെ വിജ്ഞാനത്തെ, കണ്ണിൻ്റെ സ്പർശത്തെ നമ്മൾ അനിത്യമാണ് എന്ന് കരുതണം. അത് മൂലമുണ്ടാകുന്ന 3 തരത്തിലുള്ള വേദനയെ, അതിനെ നമ്മൾ അനിത്യം എന്ന് കരുതണം. ഇവിടെ വീണ്ടും ആസ്വാദനത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളെ ആസ്വദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്നത് രാഗമാണ്. ആ സമയത്ത് നമ്മൾ മരിക്കുകയാണെങ്കിൽ ഈ 2 ഗതികൾ മാത്രമാണ് നമ്മൾക്ക് ലഭിക്കുക. ഇനി നമ്മൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം, അത് സംയുക്ത നികായ 12.63 പുത്തമാംസ സൂത്തം എന്ന് പറയുന്നൊരു സൂത്രത്തിലുണ്ട്. അതായത് നമ്മളെ നിലനിർത്തുന്ന 4 ആഹാരങ്ങളുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന സ്ഥൂലമായിട്ടുള്ള ആഹാരം, രണ്ടാമത്തത് സ്പർശം, മൂന്നാമത്തത് മനോസഞ്ചേതന, നാലാമത്തത് വിജ്ഞാനം. ഇതാണ് നമ്മളെ നിലനിർത്തുന്ന 4 ആഹാരങ്ങൾ. ഇനി പ്രാക്ടിക്കലായിട്ട് നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ബാക്കിയുള്ള 3 വിടുക. ആദ്യത്തെ കാര്യം നമ്മൾ എടുക്കാം, കഴിക്കുന്ന ആഹാരം. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് ബുദ്ധൻ ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ ഉദാഹരണം നമ്മൾ മനസ്സിൽ കരുതണം. ഇത് വെറും ഉദാഹരണം മാത്രമാണ്. ഉദാഹരണമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും സ്വന്തം കുട്ടിയും ഒരുമിച്ച് ഒരു മരുഭൂമി കടക്കുകയാണ്. അവർക്ക് ഒരേ ഒരു പുത്രനാണ് ഉള്ളത്. ആ മരുഭൂമി കടക്കാൻ അവരുടെ കയ്യിൽ കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഭക്ഷ്യവസ്തുക്കളെല്ലാം തീർന്നുപോയി. എങ്കിലും അവർക്ക് ഈ മരുഭൂമി കടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചിന്തിക്കുന്നു: നമ്മളുടെ കയ്യിലുള്ള ഭക്ഷണം മുഴുവൻ തീർന്നു, ഇനിയും നമ്മൾ ഈ മരുഭൂമി കടക്കേണ്ടതുണ്ട്. ഭക്ഷണമില്ലെങ്കിൽ നമ്മൾ 3 പേരും മരിച്ചു പോകും. അതിനു വരെ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെയുള്ള ഒരേ ഒരു പുത്രനെ നമ്മൾക്ക് കൊല്ലാം. കൊന്നതിന് ശേഷം ആ പുത്രൻ്റെ മാംസം കുറച്ച് ഉണക്കി സൂക്ഷിക്കാം. ബാക്കിയുള്ളത് നമ്മൾക്ക് കുറേ മസാലകളെല്ലാം ചേർത്ത് ഭക്ഷണമുണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മൾ 2 പേരെങ്കിലും രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ 3 പേരും ഇവിടെ തന്നെ മരിക്കും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ ദമ്പതികൾ അവരുടെ ഒരു പുത്രനെ കൊല്ലുന്നു. കൊന്നതിന് ശേഷം കുറച്ച് മാംസം ഉണക്കുന്നു, കുറച്ച് മാംസം അവർ മസാലകളും ചേർത്ത് ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്നു. അവർ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നെഞ്ചത്ത് അടിച്ചുകൊണ്ടാണ് അവർ ആ ഭക്ഷണം കഴിക്കുന്നത്. വിലപിച്ചുകൊണ്ടാണ് അവർ ആ ഭക്ഷണം കഴിക്കുന്നത്.
എൻ്റെ പുത്ര നീ എവിടെ പോയി എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടാണ് അവർ ആ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ബുദ്ധൻ ഭിക്ഷുക്കളോട് ചോദിക്കുകയാണ്, ഭിക്ഷുക്കളെ, അവർ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ ആ ഭക്ഷണം ആസ്വാദനത്തിന് വേണ്ടിയാണോ കഴിക്കുന്നത്? നേരം പോക്കിനാണോ കഴിക്കുന്നത്? അവരുടെ ശരീരം സുന്ദരമാക്കാൻ വേണ്ടിയിട്ടാണോ അവർ കഴിക്കുന്നത്? അവരുടെ ശരീരം തടിപ്പിക്കാനാണോ ആ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ ആ ഭിക്ഷുക്കൾ പറഞ്ഞു, ഇല്ല ഭഗവാനെ, അവർ ആ ഭക്ഷണം കഴിക്കുന്നത് രസത്തിനോ അവരുടെ ശരീരത്തിനെ തടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആസ്വാദനത്തിനോ വേണ്ടിയിട്ടല്ല. ആ മരുഭൂമി കടക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ഭിക്ഷുക്കളെ, ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം നമ്മുടെ സ്വന്തം പുത്രൻ്റെ മാംസമാണ് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മൾ അതിന് തീർച്ചയായിട്ടും ആസ്വദിച്ച് കഴിക്കില്ല. ഇവിടെയാണ് ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത്. അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് സുഖകരമായിട്ടുള്ള ഒരു സംവേദന ഉണ്ടാകുന്നു. ആ സമയത്ത് നമ്മൾക്ക് ആസ്വദിക്കുകയാണെങ്കിൽ, ആ സംവേദനയെ ആസ്വദിക്കുകയാണെങ്കിൽ നമ്മൾ രാഗം വർദ്ധിപ്പിക്കുന്നു. ആസ്വദിക്കാതെ ആ ഭക്ഷണത്തെ എങ്ങനെ കഴിക്കാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ശരിയായിട്ടുള്ള സാധന. അതിന് ചെയ്യേണ്ടത് ആ സമയത്ത് അതിൻ്റെ ആദിനവം അല്ലെങ്കിൽ ഭയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഈ രാഗമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഗതി എന്താവും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതിനോടുള്ള ആസക്തി തീർച്ചയായിട്ടും ഇല്ലാതാകും. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ആഹാരം കഴിക്കും. ഇതിൻ്റെ ഗുണം എന്താണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ഈറ്റിംഗ് മെഡിറ്റേഷൻ്റെ ഗുണം, അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാനത്തിൻ്റെ ഗുണം അദ്ദേഹം പറയുകയാണ്. നിങ്ങൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് പരിപൂർണമായിട്ടും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പരിപൂർണമായിട്ടും മനസ്സിലാകും. ഈ 5 ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് പരിപൂർണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അനാഗാമിയായിട്ട് തീരും എന്നാണ് പറയുന്നത്. പഞ്ച കാമഗുണികേ രാഗേ പരിഞ്ഞത്തെ നത്തിതം സംയോജനം യേന സംയോജനേന സംയുക്തോ അരിയസാവകോ പുന ഇമം ലോകേ ആഗച്ഛയ്യ. അതായത് നിങ്ങൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് പരിപൂർണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 5 ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ചും പരിപൂർണമായിട്ടും മനസ്സിലാകും. അതിൻ്റെ ബന്ധനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അനാഗാമിയായിട്ട് തീരും. ഇതുവരെ നമ്മൾ ഈ സാധനയുടെ തിയറിറ്റിക്കൽ പാർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾക്ക് അതെങ്ങനെയാണ് നമ്മുടെ അഭ്യാസത്തിൽ കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് അഭ്യാസം ചെയ്യുകയാണെങ്കിലും ഇരുന്ന് അഭ്യസിക്കുന്നത് അതേപോലെ തന്നെ തുടരുക. ദിവസം നിങ്ങൾ ആനാപാനയോ വിപശ്യനയോ അല്ലെങ്കിൽ മൈത്രിയോ എന്തെങ്കിലും അഭ്യസിക്കുന്നുണ്ടാവും. അത് അതേപോലെ തന്നെ ഇരുന്നുകൊണ്ടുള്ള അഭ്യാസം തുടരുക. ഇനി നിങ്ങൾ ഏണിച്ച് നടക്കുന്ന സമയത്ത് സതിപഠാന സൂക്തിയിലെ സമ്പജന്യ സൂക്തം, അതായത് നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും വസ്ത്രം മാറുന്ന സമയത്തും എല്ലാ സമയത്തും നമ്മൾ അവെയർനെസ് ആവുക. സതി നമ്മുടെ ശരിയാവണം. സതി എന്ന് പറയുമ്പോൾ മൈൻഡ്ഫുൾനെസ്. ഈ സമയത്ത് എന്താണ് നടക്കുന്നത് അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതെവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളുടെ 6 ആയതനങ്ങളിലും ശ്രദ്ധിക്കണം. അതായത് കണ്ണിൽ, മൂക്കിൽ, നാവിൽ, ചെവിയിൽ, അതേപോലെ തന്നെ ശരീരത്തിൽ, മനസ്സിൽ. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വസ്തുക്കളെ കാണുകയാണ്. ഉടൻ തന്നെ നമ്മൾ അറിയണം ഇത് ചക്ഷു, രൂപം രണ്ടും കൂടി സമ്പർക്കപ്പെടുന്ന സമയത്ത് ചക്ഷുവിജ്ഞാനം ഉണ്ടായി. ആ സമയത്ത് നമ്മൾക്ക് അതൊരുപക്ഷെ സുഖമായിട്ട് തോന്നാം, ദുഃഖമായിട്ട് തോന്നാം. നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് സുഖത്തിനാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, തൃഷ്ണയുടെ സ്വഭാവം എന്താണ്? നന്ദി രാഗ, ഡിസയർ ആൻഡ് ലസ്റ്റ്, ആഗ്രഹവും ആസക്തിയും. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് എന്തൊന്നിൽ ഇഷ്ടമാകുന്നോ അവിടെ നമ്മൾ ഉടൻ തന്നെ ഇത് ഭയാനകമാണ്, ഇത് ആദിനവമാണ്, ഇത് ഡേഞ്ചറസ് ആണ് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ആ ദൃശ്യവസ്തുവിനോടുള്ള നമ്മളുടെ തൃഷ്ണ അല്ലെങ്കിൽ രാഗം ഇല്ലാതാകുന്നു. രാഗം ഇല്ലാതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ദ്വേഷമില്ലാതാകും, മോഹമില്ലാതാകും. എല്ലാം ഒരേപോലെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് രാഗത്തിനാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ഇന്ദ്രിയങ്ങളിലും മൂക്കിൽ, നാവിൽ, അതേപോലെ തന്നെ കാതിൽ, സ്പർശത്തിൽ, ചിന്തിക്കുന്ന സമയത്ത് എന്തെല്ലാം സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു അതിന് നമ്മൾ ആദ്യം തന്നെ അതിനെ ഇല്ലാതാക്കണം. ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു മാർഗം അതിൻ്റെ ഡേഞ്ചറിനെ പറ്റി നമ്മൾ ആലോചിക്കലാണ്.
അതിൻ്റെ അപകടത്തെപ്പറ്റി നമ്മൾ ആലോചിക്കലാണ്. കാരണം ഇവിടെയാണ് തൃഷ്ണ തുടങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ തൃഷ്ണ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. അതായത് എല്ലാ സമയത്തും സമ്പജന്യം. ചിലർ പറയും നമ്മൾക്ക് സതി മാത്രം മതി എന്ന് പറയും, അതായത് അവയർനെസ് മാത്രം മതി എന്ന് പറയും. പക്ഷേ അത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സതി 2 പ്രകാരത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്: അയോനിസോ, യോനിസോ. അയോനിസോ എന്ന് പറയുമ്പോൾ ശരിയില്ലാത്ത അറ്റൻഷൻ, അതായത് വിസ്ഡം ഇല്ലാത്ത അറ്റൻഷൻ, പ്രജ്ഞയില്ലാത്ത അറ്റൻഷൻ. യോനിസോ മനസ്സികാരോ എന്ന് പറയുമ്പോൾ പ്രജ്ഞയുള്ള അല്ലെങ്കിൽ വിവേകമുള്ള, ബോധിയുള്ള നമ്മുടെ ശ്രദ്ധ. നമ്മുടെ 6 ആയതനങ്ങളിലും വിവേകമുള്ള ശ്രദ്ധയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന അകുശല ധർമ്മങ്ങൾ കമ്മിയാകുന്നതാണ്. പക്ഷേ നമ്മുടെ ശ്രദ്ധ വിവേകമില്ലാത്ത അയോനിസോ മനസ്സികാരമാണെങ്കിൽ ഉള്ള ആ മാലിന്യങ്ങൾ കൂടുന്നതാണ്. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ കാണുന്ന സമയത്ത് അത് സുഖകരമായിട്ടുള്ള അനുഭവമാണെങ്കിൽ ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇതുമൂലം എൻ്റെ ഉള്ളിലെ കളങ്കങ്ങൾ, രാഗം വർദ്ധിക്കുന്നു, തൃഷ്ണ വർദ്ധിക്കുന്നു എന്നുള്ള നമ്മളുടെ ബോധം ഉണ്ടെങ്കിൽ ആ ശ്രദ്ധ യോനിസോ മനസ്സികാരോ അല്ലെങ്കിൽ വൈസ് അറ്റൻഷനാണ്. അതില്ലെങ്കിൽ അത് അൺവൈസ് അറ്റൻഷനാണ്. നമ്മൾ കാണുന്ന രൂപത്തെ ആസ്വദിക്കുന്നു, അത് സതി തന്നെയാണ്, പക്ഷേ അൺവൈസ് ആയിട്ടുള്ള സതിയാണ്, അതായത് വിസ്ഡം ഇല്ലാത്ത സതിയാണ്. അതുമൂലം എന്തുപറ്റും? നമ്മളുടെ ഉള്ളിലെ കളങ്കങ്ങൾ കൂടും, രാഗദ്വേഷങ്ങൾ കൂടും. ഇനി നമ്മൾക്ക് ഈ 6 ആയതനങ്ങളിലും അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ ആദിനവം അല്ലെങ്കിൽ ഡേഞ്ചർ, അതിൽ നിന്നുള്ള നിസ്സരണം അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സംയുക്ത നികായ 35.13 എന്ന സൂത്രം നോക്കാം. യം ഖോ ചക്കും പഠിച്ച ഉപ്പജ്ജതി സുഖം സൗമനസം അയം ചക്കുസ്സ അസാദ. നമ്മൾ കണ്ണുകൊണ്ട് രൂപത്തെ കാണുന്ന സമയത്ത് അതുമൂലമുണ്ടാകുന്ന സുഖവും സന്തോഷവും, അതാണ് ചക്ഷുവിൻ്റെ ആസ്വാദനം. യം ചക്കും അനിച്ചം ദുഃഖം വിപരിണാമധമ്മം അയം ചക്കുസ്സ ആദിനവും. ഈ കണ്ണ്, ഇതിലൂടെ ഉണ്ടാകുന്ന ഈ സുഖം എന്ന് പറയുന്നത് അനിത്യമാണ്, ദുഃഖമാണ്, വിപരിണാമധമ്മമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ആദിനവം അല്ലെങ്കിൽ ഭയം. യോ ചക്കുസ്മിം ചന്ദരാഗ വിനയോ ചന്ദരാഗ പഹാണോ ഇതം ചക്കുസ്സ നിസ്സരണം. കണ്ണിൽ ഉണ്ടാകുന്ന ചന്ദരാഗം, ഡിസയർ ആൻഡ് ലസ്റ്റ്, ആസ്വാദനവും അതേപോലെ തന്നെ ആഗ്രഹവും, അതിനെ ഇല്ലാതാക്കൽ, അതിനെ നീക്കം ചെയ്യൽ, അതാണ് ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി. ഇതേപോലെ തന്നെയാണ് പുറമേയുള്ള 6 ആയതനങ്ങൾ: രൂപം, ഗന്ധം, രസം ഇവയും. അതേപോലെ തന്നെ അവയിൽ നിന്നുണ്ടാകുന്ന വിജ്ഞാനങ്ങൾ, 6 വിജ്ഞാനങ്ങൾ, 6 സ്പർശങ്ങൾ, 6 തരത്തിലുള്ള വേദനകൾ, ഇവയെല്ലാം ഇതേപോലെ തന്നെ നമ്മൾ കാണണം. ഇനി നമ്മുടെ തൃഷ്ണ എങ്ങനെയാണ് കൂടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സൂത്രമുണ്ട്, 12.53. അതിലിങ്ങനെയാണ് പറയുന്നത്: ആസാദാനുപസ്സിനോ വിഹരതോ തണ്ഹ പവദ്ധതി. അതായത് നമ്മുടെ 6 ഇന്ദ്രിയങ്ങളിലും നമ്മൾ ആസ്വാദനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൃഷ്ണ വർദ്ധിക്കുന്നു. ആദിനവാനുപസ്സിനോ വിഹരതോ തണ്ഹ നിരുജ്ജതി. അതിൻ്റെ ഭയത്തെപ്പറ്റി നമ്മൾ ഓർത്തുകൊണ്ട് വിഹരിക്കുകയാണെങ്കിൽ ആ തൃഷ്ണ ഇല്ലാതാകുന്നു. അതായത് 6 ഇന്ദ്രിയങ്ങളിലും സുഖം വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഭയത്തെക്കുറിച്ച്, അതിൻ്റെ ആദിനവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് തൃഷ്ണ ഇല്ലാതാകുന്നത്. ഇനി അതേപോലെ തന്നെ സംയുക്ത നികായ 35.19 അതിൽ ഇങ്ങനെ പറയുന്നു: യോ ചക്കും അഭിനന്ദതി ദുഃഖം സോ അഭിനന്ദതി. ഏതൊരു വ്യക്തി ചക്ഷുവിനെ അല്ലെങ്കിൽ കണ്ണിനെ അഭിനന്ദിക്കുന്നുവോ ആ വ്യക്തി ദുഃഖത്തെ തന്നെയാണ് അഭിനന്ദിക്കുന്നത്. അതേപോലെ തന്നെയാണ് കാതിനെ, മൂക്കിനെ, നാവിനെ, സ്പർശത്തെ, മനസ്സിനെ അഭിനന്ദിക്കുന്ന വ്യക്തി, അതായത് അതിൽ സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൽ ആഹ്ലാദം അനുഭവിക്കുന്ന വ്യക്തി, ആ വ്യക്തി ദുഃഖത്തെ തന്നെയാണ് അഭിനന്ദിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖത്തെ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും ഏറ്റവും കൂടുതൽ ജാഗരൂകത പാലിക്കേണ്ടത് രാഗത്തിനോടാണ്, അതായത് ആസ്വാദനത്തോടാണ്. 6 ഇന്ദ്രിയങ്ങളിലും ആയതനങ്ങളിലും നമ്മൾ ആസ്വാദനം ചെയ്യാൻ പാടില്ല എന്നാണ് ബുദ്ധൻ പറയുന്നത്. നമ്മൾ 6 ഇന്ദ്രിയങ്ങളിലും ആസ്വാദനം ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗൃഹസ്ഥ ജീവിതം അവിടെ തന്നെ ഇല്ലാതാകും.
പക്ഷേ അത് തന്നെയാണ് വഴിയും. ബുദ്ധൻ ഒരിക്കലും ഈ രീതിയിൽ തുറന്ന് സംസാരിക്കാൻ നമ്മളോട് പറയുന്നില്ല. പഠിപ്പിക്കുന്ന സമയത്ത് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസ്വാദനം എന്ന് പറയുന്നത് ദുഃഖമാണ് എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് അത് പഠിപ്പിക്കേണ്ട വിധം അദ്ദേഹം പറയുന്നത് ആസ്വാദനം ബന്ധനകരമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് പഠിപ്പിക്കാൻ പറയുന്നത്. അതിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി, നമ്മൾ അനുഭവിക്കുന്ന 3 തരത്തിലുള്ള വേദനകളുണ്ട്. സുഖവേദന, ദുഃഖവേദന, അദുഃഖ അസുഖ വേദന, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള സംവേദന. ഇതിനെ എങ്ങനെ കാണണം എന്ന് വേദനാ സംയുക്തത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്. സംയുക്ത നികായിൽ വേദനാ സംയുക്തം. അതിലിങ്ങനെയാണ് പറയുന്നത്, സുഖസംവേദനയെ എപ്പോഴും നമ്മൾ ദുഃഖമായിട്ടാണ് കാണേണ്ടത്. അതിനൊരിക്കലും സുഖമായിട്ട് കാണരുത്. ദുഃഖത്തെ ഒരു അമ്പിനെ പോലെ നമ്മൾ കാണണം. ഒരു അമ്പ് വന്ന് തറച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേദന ഉണ്ടാവും, അതിനെ പോലെയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അദുഃഖം അസുഖം, ന്യൂട്രലായിട്ടുള്ള വേദനയെ അത് അനിത്യമാണ് എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. സംയുക്ത നികായ 36.5 ഇതിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതായത് സുഖവേദന ഒരിക്കലും നമ്മൾ സുഖമായിട്ട് കരുതരുത്, അതിന് ദുഃഖമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നമുക്ക് 6 ഉള്ളിലുള്ള ആയതനങ്ങളുണ്ട്. അതായത് കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ശരീരം, മനസ്സ്. ഇത് ഉള്ളിലുള്ള ആയതനങ്ങൾ. ഇനി വെളിയിലുള്ള ആയതനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ വിഷയങ്ങൾ, അതായത് രൂപം, ഗന്ധം, രുചി, ശബ്ദം, സ്പർശവിപദാർത്ഥം, ധർമ്മം. അപ്പോൾ നമ്മുടെ കണ്ണും വെളിയിലുള്ള ആയതനമായിട്ടുള്ള രൂപവും സമ്പർക്കപ്പെടുന്ന സമയത്താണ് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നത്. ചക്ഷുവും രൂപവും കൂടി കൂടിച്ചേരുന്ന സമയത്താണ് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നത്. 3ൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സമയത്ത് ഏത് ആയതനമാണ് ജോലി ചെയ്യുന്നത്? കണ്ണുകൊണ്ട് കാണിക്കാൻ നമ്മൾ മനസ്സിലാക്കണം, ഇത് കണ്ണും രൂപവും തമ്മിലുള്ള സ്പർശത്താൽ ചക്ഷുവിജ്ഞാനം ഉണ്ടായി, അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. കണ്ണില്ല, അല്ലെങ്കിൽ രൂപമില്ല, അല്ലെങ്കിൽ ചക്ഷുവിജ്ഞാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കണം, കണ്ണുകൊണ്ട് കാണുന്നത് അനിത്യമാണ്. അതേപോലെ തന്നെ മൂക്കും ഗന്ധവും ആയിട്ടുള്ള സ്പർശം കൊണ്ടാണ് ഘ്രാണവിജ്ഞാനം ഉണ്ടാകുന്നത്. നാവും രസവും തമ്മിലുള്ള സ്പർശം ഉണ്ടാകുന്ന സമയത്താണ് ജീവാവിജ്ഞാനം ഉണ്ടാകുന്നത്. ഈ രീതിയിലുള്ള 6 വിജ്ഞാനങ്ങളെയും നമ്മൾ വെവ്വേറെ കാണണം. എന്നിട്ട് ഏത് ആയതനത്തിൽ കൂടിയാണ് ഈ വിജ്ഞാനം ഉണ്ടായത് എന്നറിയണം. ആ വിജ്ഞാനം ഇല്ലാതാകുന്ന കാര്യത്തെപ്പറ്റിയും നമ്മൾ അറിയണം. അതായത് രൂപം മാറിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സമയത്ത് രൂപം മാറി, അപ്പോൾ ചക്ഷുവിജ്ഞാനം പോയി. പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, കണ്ണിലോ രൂപത്തിലോ അല്ല ബന്ധനം കിടക്കുന്നത്. കണ്ണും രൂപവും തമ്മിൽ ബന്ധിക്കപ്പെടുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന ചന്തരാഗം, അതിലാണ് ബന്ധനം കിടക്കുന്നത്. ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ 6 ആയതനങ്ങളിലും. ഇനി ഈ 6 ആയതനങ്ങളുള്ള ധർമ്മത്തെപ്പറ്റി വളരെ ചുരുക്കി പറയുന്ന ഒരു സ്വത്വമുണ്ട്. സംയുക്ത നികായിൽ 35.162 അവിടെ തൊട്ടാണ് ഇത് തുടങ്ങുന്നത്. അതെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്. ഏതൊന്ന് അനിത്യമാണോ അതിനോടുള്ള ചന്ത നമ്മൾ ഉപേക്ഷിക്കണം. അതായത് അതിനോടുള്ള ആസക്തി അല്ലെങ്കിൽ അതിനോടുള്ള ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ 6 ആയതനങ്ങളിലുമുള്ള ചന്ത അല്ലെങ്കിൽ ആഗ്രഹം അത് അനിത്യമാണ് എന്ന് നമ്മൾ കണ്ട് ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ പുറമേയുള്ള 6 ആയതനങ്ങൾ, രൂപം, സ്പർശം, ഇവയെയും അതേപോലെ തന്നെ നമ്മൾ അനിത്യമാണ് എന്ന് പറഞ്ഞ് അതിനോടുള്ള ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ വിജ്ഞാനം, അതിനോടുള്ള ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കണം. സ്പർശം, അതിനോടുള്ള ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ 3 തരത്തിലുള്ള വേദനകൾ, അതിനോടുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. എല്ലാം തന്നെ അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മകമാണ് എന്ന് നമ്മൾ അറിയണം. ഈ രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോഴാണ് ചക്ഷുവിജ്ഞാനം ഉണ്ടായത്. ആ വസ്തു മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ചക്ഷുവിജ്ഞാനം ഇല്ലാതായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നോക്കൂ, ഉണ്ടായിട്ടുള്ള ചക്ഷുവിജ്ഞാനം ഇപ്പോൾ ഇല്ലാതായി. അതേപോലെ തന്നെ ബാക്കിയുള്ള 6 ആയതനങ്ങളിലും നമ്മൾ അതേപോലെ തന്നെ ജോലി ചെയ്യണം എല്ലാ സമയത്തും. അതായത് ധ്യാനം എന്ന് പറയുന്നത് ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല ധ്യാനം. തീർച്ചയായിട്ടും നമ്മൾ ഇരുന്ന് ചെയ്യേണ്ടതാണ്. പക്ഷേ ബാക്കിയുള്ള സമയത്ത് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ അവെയർനെസ് ആയിരിക്കണം. പക്ഷേ ഈ അവെയർനെസ്സിൽ നമ്മൾക്ക് പ്രജ്ഞ ഉണ്ടാകണം. യോനീസോ മനസ്സികാരോ എന്ന് പറയും. അതായത് നമ്മുടെ ശ്രദ്ധ വൈസായിട്ടുള്ള അറ്റൻഷനായിരിക്കണം. അൺവൈസായിട്ടുള്ള അറ്റൻഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല.
പിന്നെ എല്ലാ സമയത്തും അപ്രമാദത്തോടുകൂടി, അതായത് ഒട്ടും ആലസ്യമില്ലാതെ നമ്മൾ ജോലി ചെയ്യണം. ഇനി മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ ധർമ്മമാർഗത്തിൽ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ 5 ശീലങ്ങളെ നമ്മൾ പരിപുഷ്ടമാക്കണം. 5 ശീലങ്ങളെ പരിപുഷ്ടമാക്കാൻ എന്താണ് വഴി? അതിനൊരു വഴി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ വഴിയുടെ പേരാണ് ഇന്ദ്രിയ സംവരം. അതായത് നമ്മൾ കണ്ണുകൊണ്ട് രൂപം കാണുകയാണെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കാനും പാടില്ല, നല്ലത് കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ചീത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒരിക്കലും കൊടുക്കരുത്. അതേപോലെ തന്നെ മൂക്ക്, നാവ്, ചെവി തുടങ്ങിയവയിലും നമ്മൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനോട് അമിതമായിട്ടുള്ള ആഹ്ലാദവും തോന്നാൻ പാടില്ല. അതുകൂടാതെ ചീത്ത കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനോട് വെറുപ്പും തോന്നാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഇന്ദ്രിയ സംവരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 3 തരത്തിലുള്ള ശീലവും ശരിയാവും. അതായത് വാണിയുടെ ശീലം, ശരീരത്തിൻ്റെ ശീലം, മനസ്സിൻ്റെ ശീലം. ഈ 3 ശീലങ്ങളും നമ്മുടെ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ശ്രോതാപന്നനായിട്ട് തീരുന്നത്. അതായത് ഒരു വ്യക്തി ശ്രോതാപന്നനാണോ അല്ലയോ എന്ന് നമ്മൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഏതൊരു വ്യക്തിക്ക് ബുദ്ധനും ധർമ്മത്തിലും സംഘത്തിലും എക്സ്പീരിയൻഷ്യൽ കോൺഫിഡൻസ്, അതായത് ബുദ്ധൻ്റെയും ധർമ്മത്തിൻ്റെയും സംഘത്തിൻ്റെയും ഗുണങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കണം. 4മതായിട്ട് നമ്മുടെ ശീലം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. യാതൊരു വിധത്തിലുള്ള ശീലം തെറ്റിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ നമ്മൾ ശ്രോതാപന്നൻ ആണ് എന്ന്. അതിനാൽ ബുദ്ധൻ പറയുന്നത് ആദ്യം നമ്മൾ ശീലത്തിൽ പ്രതിഷ്ഠിതനാകണം. അതിനുശേഷം വേണം നമ്മൾ സതിപഠാന ചെയ്യാൻ. സതിപഠാന ചെയ്തതുകൊണ്ട് മാത്രമായില്ല, സതിപഠാനയോടൊപ്പം 7 ബോധ്യംഗങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ സാധനയുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് 6 ആയതനങ്ങളിലൂടെ നമ്മൾ എന്ത് കാണുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും നമ്മൾക്ക് യാതൊരുവിധ റിയാക്ഷനും ഉണ്ടാകാൻ പാടില്ല. അതായത് രാഗത്തിൻ്റെയോ ദ്വേഷത്തിൻ്റെയോ യാതൊരുവിധ റിയാക്ഷനും ഉണ്ടാകാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ദ്രിയ സംവരം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതിനോടും നമ്മൾക്ക് ഒട്ടിപ്പിടുത്തമില്ല. അതായത് 6 ആയതനങ്ങളോടും 5 സ്കന്ധങ്ങളോടും നമ്മൾ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അതാണ് ഒരു അർഹന്തൻ്റെ ലക്ഷണം. അതായത് എല്ലാം തന്നെ അനിത്യമാണ്, അനാത്മകമാണ്, ദുഃഖമാണ്, ഞാനല്ല, എൻ്റെയല്ല എന്ന് മനസ്സിൽ വളരെയധികം ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ രീതിയിലുള്ള ഒരു പ്രോഗ്രസ് നമ്മൾക്ക് ഉണ്ടാകുകയുള്ളൂ. ആദ്യം നമ്മൾ 6 ആയതനങ്ങളിൽ ഇതേപോലെ തന്നെ ഇന്ദ്രിയ സംവരം അഭ്യസിച്ചുകൊണ്ട് നമ്മൾക്ക് അതിന് റിയാക്ഷൻ ഇല്ലാത്ത ഒരു മട്ടിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ 5 സ്കന്ധങ്ങളിലും വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം 5 സ്കന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്ഥൂലമായിട്ടുള്ള 6 ആയതനങ്ങളിൽ ജോലി ചെയ്യുക. അതിനുശേഷം അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള 5 സ്കന്ധങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. ഇനി മറ്റൊരു കാര്യം കൂടി, ഏതൊരു ട്രഡീഷനിലും വളരെ ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സംഗതിയാണ് സമ്മാ സങ്കപ്പോ എന്ന് പറയുന്ന സാധനം. അതായത് അഷ്ടാംഗമാർഗത്തിൽ പ്രജ്ഞയുടെ ഭാഗമാണ് സമ്മാ സങ്കല്പം, ശരിയായിട്ടുള്ള സങ്കല്പം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണയായിട്ട് എല്ലാവരും പറയുന്നത് സങ്കല്പം കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല എന്ന് പറയും. പക്ഷേ സമ്മാ സങ്കല്പോ ആയിരിക്കണം അത്. അതുകൂടാതെ അത് പ്രജ്ഞയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ ഗിരിമാനന്ദ സൂത്രത്തിൽ ഗിരിമാനന്ദനോട് 10 സംഖ്യകളെക്കുറിച്ച് പറയുന്നുണ്ട്. അനിച്ഛസഞ്ജ, ദുഃഖസഞ്ജ, അനത്തസഞ്ജ, ആദിനവസഞ്ജ, വിരോഗസഞ്ജ, നിരോധസഞ്ജ, ഇങ്ങനെയുള്ള സംജ്ഞകളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം ഭഗവാൻ പറയുന്നത് അരണ്യഗതോ വാ രുഖമൂലഗതോ വാ ശൂന്യാകാരഗതോ വാ ഇതം പഠിസിഞ്ചിക്കതി. അതായത് അരണ്യത്തിൽ പോയി, വൃക്ഷമൂലത്തിൽ പോയി, ശൂന്യാകാരത്തിൽ പോയി ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു. അതായത് നമ്മുടെ കണ്ണ് അനിത്യമാണ്, രൂപം അനിത്യമാണ്, അതേപോലെ തന്നെ ഇത് അനാത്മകമാണ്, ഇത് ദുഃഖമാണ് എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. ഗിരിമാനന്ദ സൂത്രത്തിൽ ചിന്തയില്ലാത്തത് ഈ 10 ദശസഞ്ജ, അതിൽ ചിന്തയില്ലാത്തത് ആനാപാന മാത്രമാണ്. ബാക്കി എല്ലാറ്റിലും പഠിസഞ്ചിക്കതി എന്ന് പറയും. അതായത് ചിന്തിക്കണം. നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ശരിയായിട്ടുള്ള സങ്കല്പ വികല്പങ്ങൾ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ കണ്ണടച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പ്രജ്ഞ ഉണരുന്നതല്ല. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ കണ്ണ് നിത്യമാണോ അനിത്യമാണോ, എങ്ങനെയാണ് ഈ കണ്ണിന് അനാത്മകമെന്ന് പറയുന്നത്, എങ്ങനെയാണ് രൂപം അനിത്യം, ദുഃഖം അനാത്മകം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുക കൂടി വേണം.
പക്ഷേ അത് നമ്മൾ സാധാരണ ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമില്ല. പക്ഷെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ സമ്മാസങ്കല്പോ എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒരു സൂത്രം പഠിച്ചതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് പ്രജ്ഞയുണ്ടാവുക. അതിനാൽ സുഹൃത്തുക്കളെ, ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ രത്നച്ചുരുക്കം ഞാൻ പറയാം. എപ്പോഴും തൃഷ്ണയുണ്ടാകുന്നത് സുഖത്തിൽ നിന്നാണ്. പഞ്ചേന്ദ്രിയങ്ങളിലും മനസ്സിൽ നിന്നാണ് ആദ്യമായിട്ട് തൃഷ്ണയുടെ തുടക്കം വരുന്നത്. സുഖത്തിനോടുള്ള ആസക്തി തന്നെയാണ് തൃഷ്ണ എന്ന് പറയുന്നത്. അതെപ്പോഴും തുടങ്ങുന്നത് രാഗത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മാത്രം മതി. 6 ഇന്ദ്രിയങ്ങളോടുള്ള രാഗം അല്ലെങ്കിൽ ആസക്തി നമ്മൾ ഇല്ലാതാക്കണം. അതിനുള്ള ഒരേ ഒരു വഴി അതിൻ്റെ ആദിനവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. ആദിനവാനുപസ്സിനോ വിഹരതോ തണഹ നിരുജ്ജതി. അതിൻ്റെ ആദിനവും അല്ലെങ്കിൽ ഭയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ തൃഷ്ണ ഇല്ലാതാകുന്നു. ആസാദാനുപസ്സനോ വിഹരതോ തണഹ പവദ്ധതി. അതിനെ ആസ്വദിക്കുകയാണെങ്കിൽ നമ്മുടെ തൃഷ്ണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം തിപിടക വായിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും അത് എൻ്റെ ഉള്ളിൽ പോയിട്ടില്ലായിരുന്നു. പല പ്രാവശ്യം പല വർഷങ്ങൾ ഒരേ സാധനം വായിച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയത്. ഇന്ദ്രിയ വിഷയങ്ങൾ തന്നെയാണ് ദുഃഖം. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് വിമുക്തി തന്നെയാണ് ദുഃഖത്തിൽ നിന്നുള്ള വിമുക്തി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുടെ രത്നച്ചുരുക്കം നമ്മൾക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പല ധ്യാന കോഴ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് വളരെ നല്ല ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. പക്ഷേ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ എഫക്റ്റ് ഒരു 10 ദിവസമോ 15 ദിവസമോ നിൽക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും പഴയപടിയാകും. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഇതാണ്, നമ്മൾ ആ സുഖത്തിൻ്റെ അനുഭവത്തിൽ തന്നെ ലയിച്ചു കൊണ്ടിരുന്നു. അതുമൂലം നമ്മുടെ രാഗം കൂടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് വെളിയിൽ വന്നതിന് ശേഷം ആ സുഖം കിട്ടാതാവുന്ന സമയത്ത് നമ്മുടെ സാധന കമ്മിയാകുന്നത് പോലെ നമുക്ക് തോന്നിയത്. എന്നാൽ നമ്മൾ ഈ സുഖം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നതേയില്ല. നിങ്ങൾ സാധന 10 ദിവസത്തെയോ 20 ദിവസത്തെയോ സാധന കഴിഞ്ഞ് നമ്മൾ വെളിയിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ അനുഭവം അതേപോലെ തന്നെ നിൽക്കുന്നതാണ്. അതായത് നമ്മൾ ഒരിക്കലും രാഗത്തിൽ പെട്ടുകഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നേയുള്ളൂ. നമ്മൾ രാഗത്തിൽ ഒട്ടും തന്നെ പെടാതെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ദുഃഖമേ ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമ്മുടെ ആ ഒരു അവസ്ഥ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതാണ്. എല്ലാ സമയത്തും നിങ്ങളുടെ സതി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ചിരപ്രതിഷ്ഠിതമായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാക്കിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ അഭ്യസിക്കണം. അതായത് നടന്നുകൊണ്ടുള്ള ധ്യാനം നിങ്ങൾ അഭ്യസിക്കണം. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സതി ചിരപ്രതിഷ്ഠിതോ ഹോതി. നിങ്ങളുടെ സതി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും നിലനിൽക്കുന്നതാണ്. ഇനി നിങ്ങളുടെ സമാധി പുഷ്ടിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ മൈത്രി അഭ്യസിക്കണം. മൈത്രി സാധന കൂടുതലായിട്ട് അഭ്യസിക്കണം. അപ്പോൾ നിങ്ങളുടെ സമാധി കൂടുതൽ പുഷ്ടമാകുന്നതാണ്. ചിത്തം തുവടം സമാധീയതി. അതായത് നിങ്ങളുടെ ചിത്തം വളരെ പെട്ടെന്ന് തന്നെ സമാധിസ്ഥമാകുന്നു. എപ്പോൾ? നിങ്ങൾ ബ്രഹ്മവിഹാരത്തിൻ്റെ അല്ലെങ്കിൽ മൈത്രിയുടെ അഭ്യാസം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് സതി കൂടണമെങ്കിൽ നിങ്ങൾ വാക്കിംഗ് മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങളുടെ സമാധി നിങ്ങളുടെ വളരെയധികം നല്ല പോലെ കൂടണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് മൈത്രിയുടെ അഭ്യാസം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഒരു കാരണവശാലും നമ്മൾ സാധാരണ സമത അല്ലെങ്കിൽ സമാധി ധ്യാനം കൊണ്ട് മാത്രം നമ്മൾക്ക് ഒരിക്കലും മുക്തി ലഭിക്കുന്നതല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ആലോചിക്കണം. അതിനോട് നമ്മൾ വിപശ്യന നമ്മൾ കൂട്ടിച്ചേർക്കുക തന്നെ വേണം. വിപശ്യന എന്ന് പറയുന്ന സമയത്ത് അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മകമാണ് എന്നുള്ള ആ ഒരു അറിവ്, അതിനെയാണ് ഇവിടെ വിപശ്യന എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര തന്നെ സുഖകരമായിട്ടുള്ള അനുഭവമാണെങ്കിലും അത് ദുഃഖമാണ്, അനിത്യമാണ്, അനാത്മകമാണ് എന്നുള്ള നമ്മുടെ ചിന്ത. ഭഗവാൻ ബുദ്ധൻ 6 വർഷക്കാലം കഠിന തപശ്ചര്യ ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹം മുക്തിക്കുള്ള മാർഗം കണ്ടെത്തുന്നതിന് മുൻപായിട്ട് 3 ഉപമകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. 1 വെള്ളത്തിൽ കിടക്കുന്ന ഒരു പച്ചമരം, 2 കരയിൽ കിടക്കുന്ന ഒരു പച്ചമരം, 3 കരയിൽ കിടക്കുന്ന ഒരു ഉണക്കമരം. വെള്ളത്തിൽ കിടക്കുന്ന ഒരു പച്ചമരത്തിൽ നമ്മൾ തീ പിടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീ പിടിക്കില്ല. കരയ്ക്ക് കിടക്കുന്ന ഒരു പച്ചമരത്തിൽ നമ്മൾ തീ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും തീ പിടിക്കില്ല. കരയിൽ കിടക്കുന്ന ഉണക്കമരമാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തീ പിടിപ്പിക്കാൻ സാധിക്കും. അതായത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു പച്ചമരത്തെ ഭഗവാൻ ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉള്ള ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തിയാണ്.
അതായത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി നമ്മൾക്ക് ഉണ്ട് എങ്കിൽ, അതിൽ നിന്ന് രണ്ടും നമ്മൾ വിമുക്തമായിട്ടില്ല എങ്കിൽ നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന പച്ചത്തടി പോലെയാണ്, നമ്മൾക്കൊരിക്കലും നിർവ്വാണമുണ്ടാകുന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയി. അപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് ഒരു കാരണവശാലും ഈ തരത്തിലുള്ള സുഖങ്ങളിൽ ഏർപ്പെടുന്നില്ല. പക്ഷേ മനസ്സിൽ ഉള്ള അതിനോടുള്ള ആസക്തി അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾക്ക് നിബ്ബാണം ലഭിക്കുന്നതല്ല. കാരണം എന്താണ്? കരയിൽ കിടക്കുന്ന പച്ചത്തടിയെ പോലെയാണത്. എന്നാൽ ഉണങ്ങിയ തടി, അതായത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും രണ്ടിലും ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി നമ്മൾക്ക് ഇല്ല, രണ്ടിൽ നിന്ന് നമ്മൾ പിൻവാറിയിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഉണങ്ങിയ മരത്തെ പോലെയാണ്. നമ്മൾ സാധന ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നിബ്ബാണം ലഭിക്കുന്നതാണ്. അപ്പോൾ നിബ്ബാണം ലഭിക്കാത്തതിൻ്റെ കാരണം ഇന്ദ്രിയ സുഖങ്ങളോടുള്ള നമ്മുടെ ആസക്തി തന്നെയാണ്. ഈ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് 30 വർഷം വേണ്ടി വന്നു. ഞാൻ പല പ്രാവശ്യം പഠിച്ചിട്ടും എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് നിങ്ങൾ വിമുക്തരാകാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പോഴാണ് സാധനയുടെ യഥാർത്ഥ ധ്യാനപദത്തിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ധ്യാനം ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ഒട്ടും തന്നെ പുരോഗതി ഉണ്ടാകുന്നതല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വെളിയിൽ വരിക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. ഇന്ദ്രിയ സംവരം ചെയ്ത് നമ്മുടെ ശീലങ്ങൾ മാത്രം ശരിയായി കഴിഞ്ഞാലും അപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അതിനുശേഷം നമ്മൾ സമാധിയും അതേപോലെ തന്നെ പ്രജ്ഞയും നമ്മൾ അഭ്യസിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 30 വർഷക്കാലം ഞാൻ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ഒടുവിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. 6 ഇന്ദ്രിയങ്ങളിലും നമ്മൾക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യത്തിനെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ഇല്ലാതാക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഞാൻ മജ്ജ്ഹിമ നികായയുടെ മുഴുവൻ ട്രാൻസ്ലേഷനും അതേപോലെ തന്നെ സംയുക്ത നികായയുടെ ട്രാൻസ്ലേഷനും അതിൻ്റെ ലിങ്കുകൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ തന്നെ സ്വയം പഠിക്കുക, നോട്ട് എഴുതുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ വഴി സ്വയം കണ്ടെത്തുക. അതിനായിട്ട് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.